ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കടല മസാലയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് കടല കുതിർത്തി കുറച്ച് ഉപ്പ് ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ. ജീരകം പൊടിച്ചതാണ്, അത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഈ പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കായം. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഈ കറിയിൽ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കണില്ല. ഇത് ഇതുപോലത്തെ ഒരു കറിയാണ്. ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ. ഈ പൊടികളൊക്കെ ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരച്ചതാണ്, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് എണ്ണ തെളിയണത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നു. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുക്കാം. കടല വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവസാനം കുറച്ച് മല്ലിയുടെ അല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കറി തയ്യാറായിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.